കൃഷ്ണ. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന യമുനതീര വനചാരി യമുനതീര വനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. നമ്മള് ഭഗവത്ഗീതയില് പ്രധാനപ്പെട്ട ഭാവാർത്ഥത്തില് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒരു രത്ന ചുരുക്കം പോലെ പറയാം. ആദ്യം നമ്മള് പശ്ചാത്തലം കണ്ടു യുദ്ധത്തിന്റെ, അല്ലെ? യുദ്ധ പശ്ചാത്തലത്തില് നമുക്കറിയാം ധൃതരാഷ്ട്രർ അന്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രന്മാരും അതുപോലെ അദ്ദേഹത്തിന്റെ അനുജന്റെ പുത്രന്മാരും പാണ്ഡുപുത്രന്മാരും ഇപ്പോ യുദ്ധഭൂമിയില് കുരുക്ഷേത്ര യുദ്ധഭൂമിയില് സന്നിഹിതരായിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? യുദ്ധത്തിന് വേണ്ടിയിട്ട്. ഇപ്പോ ധൃതരാഷ്ട്രര് സഞ്ജയനോട് അന്വേഷിക്കുന്നതാണ് നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിലൂടെ കാണുന്നത്. എന്റെ പുത്രന്മാരും മാമക അതുപോലെ പാണ്ഡുപുത്രന്മാരും എന്താണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ചെയ്യുന്നത് എന്ന് സഞ്ജയനോട് അന്വേഷിക്കുന്നതാണ് നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിലൂടെ കാണുന്നത്. അപ്പോ അവിടെ നമ്മള് ധൃതരാഷ്ട്രരുടെ മനോനിലയെ പറ്റി ചർച്ച ചെയ്തിരുന്നു. എന്തായിരുന്നു? 4 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ധൃതരാഷ്ട്രരുടെ ആഗ്രഹം എന്താണ്? തന്റെ പുത്രന്മാർക്ക് രാജ്യം ലഭിക്കണം എന്നാണ് ധൃതരാഷ്ട്രരുടെ ആഗ്രഹം. പിന്നെ അദ്ദേഹത്തിന് സന്ദേഹമുണ്ട്. തന്റെ പുത്രന്മാരുടെ വിജയത്തെ ചിന്തിച്ച് അദ്ദേഹത്തിന് സന്ദേഹമുണ്ട്, വ്യാകുലതയുണ്ട്. അതുപോലെ അദ്ദേഹം വളരെ ആ ഒരു സന്ദേഹത്താൽ തന്നെ ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ സ്വാധീനം കൊണ്ട് തന്റെ പുത്രന്മാരുടെ ഭാവി എന്തായിരിക്കും, ആ യുദ്ധം എങ്ങോട്ടായിരിക്കും കൊണ്ടെത്തിക്കുക എന്ന് അദ്ദേഹത്തിന് ആ ഒരു വ്യാകുലതയുണ്ട്. കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ സ്വാധീനം ഈ യുദ്ധത്തെ എവിടെ കൊണ്ടെത്തിക്കും എന്ന് അദ്ദേഹത്തിന് സന്ദേഹമുണ്ട്. അപ്പൊ ഇത് 4 കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ മനോനിലയായി നമ്മൾ ചർച്ച ചെയ്തത്. പിന്നെ ഭഗവാന്റെ പദ്ധതി എന്തെന്നും നമ്മൾ ചർച്ച ചെയ്തു. ഭഗവാന്റെ പദ്ധതി എന്താണ്? ഒരു വിളനിലത്തില്
കളകളെ എങ്ങനെയാണോ നശിപ്പിക്കുന്നത്, അതുപോലെ ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയില് ധൃതരാഷ്ട്രപുത്രന്മാർക്ക് നാശം സംഭവിക്കുക തന്നെ ചെയ്യും. അതാണ് ഭഗവാന്റെ പദ്ധതി. പിന്നീടുള്ള അധ്യായങ്ങളിലായിട്ട് നമ്മൾ സഞ്ജയന്റെ വിവരണങ്ങളാണ് കാണുന്നത്. യുദ്ധഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് സഞ്ജയന്റെ വിവരണത്തിലൂടെ നമ്മൾ കാണുന്നു. അതിന് സഞ്ജയൻ വിവരിക്കാനുള്ള കാരണം എന്താണ്? ധൃതരാഷ്ട്രരുടെ അന്വേഷണമാണ്. എന്താണ് അവർ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടുള്ള സഞ്ജയന്റെ വിവരണങ്ങൾ. ഇനി 2 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ ദുര്യോധനൻ ആ പാണ്ഡുപുത്രന്മാരെ, തന്റെ പക്ഷത്തെ സൈന്യത്തെയും പാണ്ഡുപക്ഷത്തെ സൈന്യത്തെയും കുറിച്ച് വിശദീകരിച്ച് പറയുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോ ദുര്യോധനൻ ദ്രോണരോട് തന്റെ പാണ്ഡുപുത്രന്മാരുടെ സൈന്യത്തെ കാണിച്ചുകൊണ്ട് അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദപുത്രൻ അണിനിരത്തിയ സൈന്യത്തെ അങ്ങ് നോക്കിയാലും എന്ന് പറഞ്ഞിട്ട് പാണ്ഡുപുത്രന്മാരുടെ സൈന്യത്തിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെ പറ്റിയിട്ട് ദുര്യോധനൻ വിവരിച്ച് പറയുകയാണ്. അവിടുത്തെ ശിഷ്യനും അതുപോലെ ബുദ്ധിശാലിയും എന്ന് ദുര്യോധനൻ പറഞ്ഞിട്ട് ദ്രുപദപുത്രൻ എന്നാണ് ദൃഷ്ടദ്യുപ്നനെ പറയുന്നത്. ദൃഷ്ടദ്യുപ്നൻ എന്ന് പറയുന്നില്ല, മറിച്ച് ദ്രുപദപുത്രൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ട് ദുര്യോധനൻ അങ്ങനെ വിശേഷിപ്പിച്ചു? കാരണം ദ്രോണർക്ക് സ്മരണയുണ്ടാകാൻ, അല്ലെ, കഴിഞ്ഞ കാലത്ത് കടന്നുപോയ ആ ഒരു രാഷ്ട്രീയ വൈരത്തെക്കുറിച്ചും എന്തിനാണ് ദൃഷ്ടദ്യുപ്നൻ ജനിച്ചിരിക്കുന്നത്, ജന്മരഹസ്യം എന്താണ്, ദ്രോണരെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ദൃഷ്ടദ്യുപ്നൻ ജനിച്ചിരിക്കുന്നത്. അതുപോലെ ദൃഷ്ടദ്യുപ്നനെ ആയോധന കലകൾ പഠിപ്പിച്ചതാരാണ്? ദ്രോണാചാര്യരാണ്. പക്ഷെ ഇന്ന് ദൃഷ്ടദ്യുപ്നൻ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത്? പാണ്ഡവരുടെ പക്ഷത്താണ് നിൽക്കുന്നത്. അപ്പോ ഇതെല്ലാം ദ്രോണർക്ക് സ്മരണയുണ്ടാകുവാനും ദ്രോണരിൽ നിന്നും യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ദൃഷ്ടദ്യുപ്നൻ എന്ന് വിശേഷിപ്പിക്കുന്നതിന് പകരം ദ്രുപദപുത്രൻ എന്ന് ദുര്യോധനൻ വിശേഷിപ്പിച്ചത്. അപ്പോ പിന്നീട് നമ്മൾ കാണുന്നത് ദുര്യോധനന്റെ സൈന്യത്തെയും അതുപോലെ പാണ്ഡവരുടെ സൈന്യത്തെയും താരതമ്യപ്പെടുത്തുന്നതാണ് കാണുന്നത്. ദുര്യോധനൻ പറയുന്നു, എന്റെ സൈന്യത്തെ നയിക്കുന്നത്, അതായത് എന്റെ സൈന്യത്തിന്റെ ബലം ആരാണ്? ഭീഷ്മനാണ്. പാണ്ഡവരുടെ സൈന്യത്തിന്റെ ബലം എന്ന് പറയുന്നത് ഭീമനാണ്. ഭീഷ്മര് നയിക്കുന്നത് കൊണ്ട് തന്നെ എന്റെ സൈന്യം എന്ന് പറയുന്നത് അപര്യാപ്തമാണ്, അളവറ്റതാണ് എന്ന് ദുര്യോധനൻ പറയുന്നു. മറ്റെടുത്ത് ഭീമൻ നയിക്കുന്നത് കൊണ്ട് തന്നെ അത് പര്യാപ്തമാണ്, പരിമിതമാണ്. ഈ 2 വാക്കുകളിലൂടെയാണ് തന്റെ സൈന്യത്തെയും അതുപോലെ പാണ്ഡവരുടെ സൈന്യത്തെയും ദുര്യോധനൻ താരതമ്യപ്പെടുത്തുന്നത്. അപര്യാപ്തം, പര്യാപ്തം. തന്റെ സൈന്യം അളവറ്റതാണ്, പാണ്ഡവരുടെ സൈന്യം പരിമിതമാണ് എന്ന് ദുര്യോധനൻ പറയുന്നു. പിന്നീട് അപ്പോൾ തന്നെ ഭീഷ്മർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് താൻ സംസാരിക്കുന്നത് എന്ന് തന്റെ സൈന്യത്തിലെ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ദുര്യോധനൻ അപ്പോൾ അവസരോചിതമായിട്ട് സംസാരിക്കുകയാണ്. അതായത് ഭീഷ്മർ ഒരു നല്ല യോദ്ധാവാണ്, ഒരു തികഞ്ഞ യോദ്ധാവ് തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഒരു വൃദ്ധനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലായിടത്തു നിന്നും സംരക്ഷണം നൽകേണ്ടതുണ്ട്, നമ്മുടെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് ദുര്യോധനൻ നയപരമായിട്ട് അവിടെ ഒന്ന് അവസരോചിതമായി സംസാരിക്കുന്നു. എന്നിട്ട് ദുര്യോധനന്റെ ആത്മവിശ്വാസത്തെ കുറിച്ച് നമ്മൾ കണ്ടു. എന്താണ് ദുര്യോധനന്റെ ആത്മവിശ്വാസം? ദ്രോണാചാര്യരും ഭീഷ്മരുമാണ് ദുര്യോധനന്റെ ആത്മവിശ്വാസം. അതായത് ആ ചൂതുസഭയില് പാഞ്ചാലി വസ്ത്രാക്ഷേപം നടന്ന സമയത്ത് ആ സമയത്ത് പാഞ്ചാലി അപേക്ഷിച്ചുകൊണ്ട്, തന്റെ അവസ്ഥ ഇതാക്കിക്കൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ദ്രോണരോടും അതുപോലെ ഭീഷ്മരോടും ചെന്നെങ്കിലും അവരൊരക്ഷരം പോലും മിണ്ടിയിരുന്നില്ല. അപ്പോ ദുര്യോധനൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു യുദ്ധഭൂമിയിലും അത് തന്നെ ആവർത്തിക്കും. അതായത് പാണ്ഡവരോട് പ്രത്യേക തരത്തിലുള്ള ഒരു ആനുകൂല്യമോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധങ്ങളൊന്നും തന്നെ ഇവര് വെച്ച് പുലർത്തുകയില്ല എന്ന് ദുര്യോധനൻ പ്രതീക്ഷിക്കുകയാണ്.
ഇനി 12 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളിൽ പാണ്ഡവ പക്ഷത്തും ദുര്യോധന പക്ഷത്തുമുള്ള വ്യക്തികളും അവരവരുടെ ശംഖനാദങ്ങൾ മുഴക്കുന്നതുമാണ് നമ്മൾ കണ്ടത്. അതില് ഭീഷ്മദേവൻ തന്റെ ശംഖെടുത്ത് ഊതിയപ്പോഴത്തേക്കും അവിടെ ഒരു സിംഹഗർജനം പോലെ അലയടിച്ചു എന്ന് നമ്മൾ കണ്ടു. അവിടെ മദ്ദളവും അതുപോലെ ചെണ്ടയും കാഹളം അങ്ങനെ അവയുടെ ശബ്ദങ്ങൾ ആകെ ആ യുദ്ധഭൂമി മൊത്തം കോലാഹലമായി എന്ന് നമ്മൾ കണ്ടു. അപ്പോ ആ ഭീഷ്മരുടെ സിംഹഗർജനം പോലെയുള്ള ശംഖനാദം ശരിക്കും ദുര്യോധനന് സന്തോഷമാണ് നൽകിയത്. പക്ഷേ അവിടെ ഭീഷ്മദേവൻ എന്താണ് ദുര്യോധനന് നൽകുന്നത്? ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത് എന്ന് നമ്മൾ കണ്ടു. എന്ത് തരത്തിലുള്ള മുന്നറിയിപ്പ്? അതായത് ദുര്യോധനന് ഈ യുദ്ധഭൂമിയിൽ അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ യാതൊരുവിധ വിജയ സാധ്യതയും ഇല്ല. കാരണം എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാൻ, പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ ആരുടെ അടുത്താണുള്ളത്? പാണ്ഡവ പക്ഷത്താണുള്ളത്. അതുകൊണ്ട് തന്നെ വിജയ സാധ്യത ദുര്യോധനില്ല എന്നൊരു മുന്നറിയിപ്പാണ് ശരിക്കും ഭീഷ്മര് നൽകുന്നത് ആ ഒരു ശംഖനാദത്തിലൂടെ എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം അർജുനനും അതുപോലെ ഭഗവാനും അവരവരുടെ ശംഖനാദങ്ങൾ മുഴക്കുന്നത് കണ്ടു. അതുപോലെ പാണ്ഡവ പക്ഷത്തെ പ്രധാനപ്പെട്ട വ്യക്തികളും അവരവരുടെ ശംഖുകളുടെ നാമങ്ങളും അവരുടെ ശംഖുകൾ മുഴക്കുന്നതും നമ്മൾ കണ്ടു. ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ 15-16 ശ്ലോകങ്ങളിലെ ഭാവാർത്ഥത്തിലെ പ്രധാനപ്പെട്ട വിവരണങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതില് ഭഗവാന്റെ നാമമായ ഋഷികേശൻ, ഭഗവാൻ എന്തുകൊണ്ട് ഋഷികേശൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നു എന്ന് ഭാവാർത്ഥത്തിൽ വിവരിക്കുന്നു. കാരണം അദ്ദേഹം ആരാണ്? എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഉടമയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഋഷികേശൻ എന്ന് വിളിക്കുന്നത്. സർവത്ര ഇന്ദ്രിയങ്ങളുടെയും ഉടമയായതുകൊണ്ടാണ് ഭഗവാനെ ഋഷികേശൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ എല്ലാ ജീവജാലങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും നയിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഓരോ ജീവാത്മാവിന്റെയും സമർപ്പണ ബോധമനുസരിച്ചിരിക്കും ഭഗവാൻ അവരെ നയിക്കുന്നത്. ആത്മസമർപ്പണ ബോധമനുസരിച്ചിരിക്കും ഭഗവാൻ അവരെ നയിക്കുന്നത്. അതൊരു കണ്ടീഷനാണ്. എന്നിട്ട് ആ ഭാവാർത്ഥത്തിൽ എടുത്തു പറയുന്നു, ഒരു ശുദ്ധ ഭക്തനാണെങ്കിൽ ആ ഭക്തന്റെ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നത് ആരായിരിക്കും? ഭഗവാനായിരിക്കും. അതാണ് ക്വാളിഫിക്കേഷൻ, അല്ലേ? ഭഗവാൻ ഇന്ദ്രിയങ്ങളെ നയിക്കണമെങ്കിൽ എന്താണ് ആ ക്വാളിഫിക്കേഷൻ? ഒരു ശുദ്ധ ഭക്തനാണെങ്കിൽ ആ ഭക്തന്റെ ഇന്ദ്രിയങ്ങളെ സ്വയമേ നയിക്കുന്നത് ആരായിരിക്കും? ഭഗവാനായിരിക്കും. ഇവിടെ ഈ യുദ്ധഭൂമിയില് അർജുനന്റെ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അപ്പോ ഭഗവാന് ഋഷികേശൻ എന്ന നാമം, സർവത്ര ഇന്ദ്രിയങ്ങളുടെയും ഉടമയായതുകൊണ്ട് അദ്ദേഹം ഋഷികേശൻ എന്നറിയപ്പെടുന്നു. സർവജീവജാലങ്ങളുടെ ഇന്ദ്രിയങ്ങളെ അദ്ദേഹം നയിക്കുന്നു. പക്ഷേ അവിടെ എന്താണ് പ്രാധാന്യം? അവരവരുടെ ആത്മസമർപ്പണ ബോധം, സ്വ ആത്മാർപ്പണ ബോധത്തിനനുസരിച്ചാണ് ഭഗവാൻ നയിക്കുന്നത്. ഒരു ശുദ്ധ ഭക്തന്റെ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. ഇവിടെ ഈ യുദ്ധഭൂമിയില് അർജുനന്റെ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അപ്പോ ഋഷികേശൻ എന്ന നാമധേയം നമ്മൾ കണ്ടു. ആ ഭാവാർത്ഥത്തിൽ തന്നെ പറയുന്നു, അർജുനന് ധനഞ്ജയ എന്നൊരു നാമം ഉണ്ട്. ധനഞ്ജയ. എങ്ങനെയാണ് അർജുനന് ധനഞ്ജയൻ എന്ന നാമം ലഭിച്ചത്? തന്റെ സഹോദരന് അനേകം യജ്ഞങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് തന്റെ സഹോദരന് ധനം നേടിക്കൊടുത്തതുകൊണ്ട് അർജുനൻ ധനഞ്ജയൻ എന്ന നാമം ലഭിച്ചു. തന്റെ അനേകം യജ്ഞങ്ങൾ നടത്തുവാൻ വേണ്ടി തന്റെ സഹോദരന് ധനം നേടിക്കൊടുത്തതുകൊണ്ട് അദ്ദേഹത്തെ ധനഞ്ജയൻ എന്ന നാമം അർജുനന് ലഭിച്ചു. അതുപോലെ ഭീമന്റെ മറ്റൊരു നാമം മൃഗോദര, അതായത് വളരെ വീരശാലികൾക്ക് മാത്രം സാധ്യമായിട്ടുള്ള ഹിഡുംബവധവും അതുപോലെ അനേകം അളവിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത് കൊണ്ടും ഭീമന് മൃഗോദരൻ എന്ന നാമം ലഭിച്ചു എന്ന് അവിടെ പറയുന്നു. അപ്പൊ 3 നാമങ്ങളാണ് നമ്മൾ കണ്ടത്.
ഭഗവാന് ഋഷികേശൻ സർവത്ര ഇന്ദ്രിയങ്ങളുടെയും ഉടമയായതുകൊണ്ട്. ധനഞ്ജയൻ തന്റെ സഹോദരന് വേണ്ടി, യജ്ഞങ്ങൾക്ക് വേണ്ടി തന്റെ സഹോദരന് അനേകം ധനം നേടിക്കൊടുത്തതുകൊണ്ട് ധനഞ്ജയൻ എന്നറിയപ്പെടുന്നു. ഭീമൻ മൃഗോദരൻ, വീരശാലികൾക്ക് മാത്രം സാധ്യമായിട്ടുള്ള ഹിഡുംബവധവും അതുപോലെ അളവിൽ കൂടുതൽ ഭക്ഷണവും ഭക്ഷിക്കാൻ സാധിക്കുന്നതുകൊണ്ട് ഭീമന് മൃഗോദരൻ എന്ന നാമധേയവും ഉണ്ട് എന്ന് ആ ഭാവാർത്ഥത്തില് വിശദീകരിക്കുന്നു. ഇനി 17-18 ശ്ലോകങ്ങളിലായിട്ട് വിവരിക്കുന്നത് കാശിരാജ, ശിഖണ്ഡി, ദൃഷ്ടദ്യുപ്ന, വിരാഠ, സത്യകി, ദ്രുപദ, അതുപോലെ ദ്രൗപദി പുത്രന്മാര്, അഭിമന്യു, ഇവരെല്ലാവരും അവരവരുടെ ശംഖനാദങ്ങൾ മുഴക്കി എന്ന് വിവരിക്കുന്നു. ഇവിടെ സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പിനെ പറ്റിയിട്ട്, ഒരു ഇൻഫർമേഷനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതായത് ധൃതരാഷ്ട്രർക്ക് എന്താണ് ആഗ്രഹം? ധൃതരാഷ്ട്രരുടെ മനോനില നമ്മൾ കണ്ടിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം? തന്റെ പുത്രന്മാർക്ക് രാജ്യം ലഭിക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പോ പാണ്ഡുപുത്രന്മാരെ വഞ്ചിച്ച് തന്റെ പുത്രന്മാരെ രാജാവാക്കി വാഴിക്കണം എന്നാണ് ആരാഗ്രഹിക്കുന്നത്? ധൃതരാഷ്ട്രർ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇവിടെ സഞ്ജയൻ നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്താണ്? ആ ആഗ്രഹം സാധ്യമല്ല, ഒരിക്കലും ആ ആഗ്രഹം സാധ്യമല്ല. കാരണം യുദ്ധഭൂമിയിലെ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് ആരുടെ വിനാശമാണ് സുനിശ്ചിതമായിരിക്കുന്നത്? ധൃതരാഷ്ട്ര പുത്രന്മാരുടെ പതനം സുനിശ്ചിതമാണ്. അത് ഉറപ്പായും സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ധൃതരാഷ്ട്രരുടെ ആ ആഗ്രഹം സാധ്യമല്ല. പിന്നെ അതുപോലെ ഈ ഒരു മഹാവിപത്തിന്, അതായത് ഇതുപോലെ ഒരു മഹായുദ്ധത്തിന് കാരണഭൂതനായ വ്യക്തി ആരാണെന്നും ആ ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നു. ആരാണ് ഈ ഒരു മഹാവിപത്തിന് കാരണഭൂതൻ അല്ലെങ്കിൽ കാരണക്കാരൻ? ധൃതരാഷ്ട്രർ തന്നെയാണ്. എന്തുകൊണ്ട്? തന്റെ പുത്രന്മാരുടെ ആവശ്യമില്ലാതെ ഉള്ള ചെയ്തികൾക്ക് പ്രോത്സാഹനം നൽകിയ ധൃതരാഷ്ട്രർ തന്നെയാണ് ഈ ഒരു മഹാവിപത്തിന്റെ കാരണക്കാരൻ. അപ്പൊ ഇതൊക്കെയാണ് 17-18 ശ്ലോകങ്ങളിലായിട്ട് ഭാവാർത്ഥത്തില് വിശദീകരിക്കുന്നത്. ഇനി 19ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ അവിടെ പാണ്ഡവപക്ഷത്തിന്റെ ശംഖനാദം കേട്ടിട്ട് ദുര്യോധന സൈന്യത്തിലുള്ള, അതായത് ധൃതരാഷ്ട്രരുടെ പുത്രന്മാർക്ക് അവരുടെ ഹൃദയം പിളർക്കുന്നതായിട്ട് വിവരിക്കുന്നു, അല്ലെങ്കിൽ വിശദീകരിക്കുന്നു. ഈ പാണ്ഡവ പക്ഷത്തെ ശംഖനാദം ശ്രവിച്ചിട്ട് ദുര്യോധന പക്ഷത്തെ വ്യക്തികളുടെ ഹൃദയം പിളർക്കുന്നതായിട്ട് വിശദീകരിക്കുന്നു. അപ്പോ അത് ആ ശംഖനാദങ്ങൾ മുഴുവനും ആ ഒരു പ്രപഞ്ചത്തിലും അതുപോലെ ആ ഒരു പ്രകൃതിയിലും ഒക്കെ അലയടിക്കുന്നതായിട്ട് വിശദീകരിക്കുന്നു. പക്ഷേ അവിടെ നമ്മൾ കാണേണ്ടത് ധൃതരാഷ്ട്രപുത്രന്മാരുടെ ശംഖനാദം ശ്രവിച്ചുകൊണ്ട് ആര് നിൽപ്പുണ്ട്? പാണ്ഡവർ നിൽപ്പുണ്ട്. പാണ്ഡവരുടെ ശംഖനാദം ശ്രവിച്ചുകൊണ്ട് ധൃതരാഷ്ട്രപുത്രന്മാരും നിൽപ്പുണ്ട്. പക്ഷെ ഇവിടെ ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയം പിളർക്കുന്നതായിട്ട് മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ. ധൃതരാഷ്ട്രപുത്രന്മാരുടെ ആ സൈന്യത്തിന്റെ ശംഖനാദം ശ്രവിച്ചിട്ട് പാണ്ഡവരുടെ ഹൃദയം പിളർക്കുന്നതായിട്ട്, അവർക്ക് യാതൊരുവിധ അനുഭവങ്ങളും ഉണ്ടാകുന്നതായിട്ട് വിശദീകരിക്കുന്നില്ല. അപ്പൊ എന്തായിരിക്കും ആ കാരണം? കാരണം പാണ്ഡവരുടെ പക്ഷത്ത് ആരാണുള്ളത്? ഭഗവാനാണുള്ളത്. അപ്പോ അവിടെ നമ്മൾ എടുക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടത് എന്തെന്നാൽ, ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും അല്ലെങ്കിൽ ഏതൊരു വിപരീത സാഹചര്യത്തിലും ഭഗവാനെ അഭയം പ്രാപിക്കുന്നവർക്ക് പേടിക്കേണ്ട കാര്യമില്ല. അതായത് ഇവരുടെ ശംഖനാദം ശ്രവിച്ചിട്ട് ദുര്യോധന പക്ഷത്തുള്ളവരുടെ ഹൃദയം പിളർക്കുന്നു. പക്ഷേ പാണ്ഡവരെന്താണ്? അവര് ഭഗവാനെ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയം പിളർക്കുന്നില്ല. ഏതൊരു വിപരീത സാഹചര്യത്തിലും ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഭഗവാനെ അഭയം പ്രാപിക്കണം. അപ്പോ നമ്മൾക്ക് ഭയം ഇല്ലാതെ ആകും. ഇനി 20 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ കാണുന്നത്. 20 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങൾ. അവിടെ അർജുനന്റെ സൈന്യ നിരീക്ഷണമാണ് നമ്മൾ കാണുന്നത്. അർജുനൻ സൈന്യത്തെ നിരീക്ഷിക്കുന്നത്, ഇരു സൈന്യങ്ങളെ നിരീക്ഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ അർജുനൻ
തേരിൽ നിൽക്കുകയാണ്. ആ തേരിന്റെ പ്രത്യേകതയെ പറ്റിയിട്ട് വിവരിക്കുന്നുണ്ട്. എന്താണ് ആ തേരിന്റെ പ്രത്യേകത? ഹനുമാൻ അടയാളമായിട്ടുള്ള കൊടിയുള്ള തേരാണ് അർജുനന്റേത്. അപ്പോ ആ ഒരു തേരിൽ ഇരുന്നു കൊണ്ട് തന്റെ അമ്പും വില്ലും എടുത്തിട്ട് അർജുനൻ ഭഗവാനോട് പറയുകയാണ് എന്നാണ് 20ാമത്തെ ശ്ലോകത്തില് വിശദീകരിക്കുന്നത്. അർജുനൻ അമ്പും വില്ലും എടുത്ത് യുദ്ധത്തിന് തയ്യാറായിട്ട് ആ ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള തേരിൽ ഇരുന്നു കൊണ്ട് ഭഗവാനോടായി സംസാരിക്കുന്നു എന്നതാണ് 20ാമത്തെ ശ്ലോകത്തില് വിശദീകരിക്കുന്നത്. അവിടെ ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ്? ആ കൊടിയടയാളം. എന്താണ് ആ കൊടിയടയാളം? ആ കൊടിയടയാളത്തിന്റെ പ്രാധാന്യം എന്താണ്? ആ കൊടി ചിഹ്നമായിട്ട് ആരാണുള്ളത്? ഹനുമാനാണുള്ളത്. ആരാണ് ഹനുമാൻ? ഭഗവാന്റെ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ പരമദാസനാണ്, നിത്യദാസനാണ് ഹനുമാൻ. അവിടെ ഹനുമാന്റെയും അതുപോലെ ശ്രീരാമചന്ദ്രമൂർത്തിയുടെയും ബന്ധത്തെ പറ്റി വിശദീകരിക്കുന്നു. രാമായണത്തില് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ? സീതാന്വേഷണം, അതുപോലെ ലങ്കാദഹനം, അതുപോലെ ഭഗവാന്റെ ദൂതുമായിട്ട് സീതാദേവിയുടെ അടുത്ത് ഹനുമാൻ പോകുന്നതും, അങ്ങനെ രാമരാവണ യുദ്ധത്തില് ഹനുമാൻ ചെയ്ത സേവനങ്ങൾ, രാമചന്ദ്രമൂർത്തിക്ക് വേണ്ടി ചെയ്ത സേവനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ ഈ ഒരു കാര്യത്തെ പറ്റി അവിടെ വിശദീകരിക്കുന്നു. അപ്പൊ ഇവിടെ രാമൻ എന്ന് പറയുന്നത് ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ എവിടെ ഭഗവാൻ ഉണ്ടോ, ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടോ, അല്ലെങ്കിൽ രാമചന്ദ്രമൂർത്തി ഉണ്ടോ, അവിടെ ഭഗവാന്റെ നിത്യദാസനായ ഹനുമാനും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സമ്പദ് ദേവതയായ സീതാദേവിയും ഉണ്ടായിരിക്കും എന്ന് ആ ഒരു ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നു. അപ്പൊ ഇവിടെ അർജുനന്റെ കൊടിയടയാളത്തെ പറ്റിയിട്ടാണ് വിശദീകരിക്കുന്നത്. അത് മറ്റൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഈ കൊടിയടയാളം എന്നത് അർജുനന്റെ വിജയ ചിഹ്നമാണ് എന്നും ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നു. അർജുനന്റെ വിജയ ചിഹ്നം എന്താണ്? ഈ ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള ആ കൊടിയാണ് എന്ന് പറയുന്നു. അപ്പോ അവിടെ ശ്രീകൃഷ്ണ ഭഗവാനുണ്ടോ, എവിടെ രാമചന്ദ്രമൂർത്തി ഉണ്ടോ, അവിടെ ഇവിടെ ഭഗവാന്റെ നിത്യദാസനായ ഹനുമാൻ ഉണ്ടായിരിക്കും. അതുപോലെ സമ്പദ് ദേവതയായ സീതാദേവിയും ഉണ്ടായിരിക്കും എന്ന് വിശദീകരിക്കുന്നു. ഇനി 21, 22, 23 ശ്ലോകങ്ങളാണ് നമ്മൾ കാണുന്നത്. 21, 22, 23. അവിടെ അർജുനൻ ഭഗവാനോട് പറയുകയാണ്, അല്ലയോ അച്യുത. അച്യുത എന്ന നാമത്തിന്റെ അർത്ഥം നമ്മൾ നോക്കും. അല്ലയോ അച്യുത, എന്റെ തേര് മുന്നോട്ട് കൊണ്ടു നിർത്തൂ. എവിടേക്ക്? ഇരു സൈന്യങ്ങളുടെയും നടുക്കായിട്ട് കൊണ്ടു നിർത്തൂ. കാണട്ടെ ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായി, യുദ്ധോത്സുകരായി, യുദ്ധത്തിന് തൽപരരായിട്ട് വന്നിരിക്കുന്നവർ ആരൊക്കെയെന്ന് ഞാൻ കാണട്ടെ. ധൃതരാഷ്ട്രപുത്രന്മാരെ, ദുർബുദ്ധിയായിട്ടുള്ള ധൃതരാഷ്ട്രപുത്രന്മാരെ സന്തോഷിപ്പിക്കാനായിട്ട് യുദ്ധത്തിന് തൽപരരായി എത്തിയിരിക്കുന്നവർ ആരൊക്കെ എന്ന് ഞാൻ കാണട്ടെ എന്ന് അർജുനൻ പറയുകയാണ്. അപ്പൊ ഇവിടെ അർജുനൻ ഭഗവാനെ വിളിച്ച നാമം എന്താണ്? അച്യുത. അവിടെ വിവരണത്തില് വിശദീകരിച്ച് പറയുന്നുണ്ട്. അച്യുത എന്നാൽ ച്യുതി ഇല്ലാത്തവൻ, അതായത് വീഴ്ചയില്ലാത്തവൻ എന്നാണ് അർത്ഥം. എന്തിന് വീഴ്ചയില്ലാത്തവൻ? തന്റെ ഭക്തന്മാരോടുള്ള സ്നേഹത്തിൽ വീഴ്ചയില്ലാത്തവൻ എന്നാണ് ആ നാമധേയത്തിന്റെ അർത്ഥം. അച്യുത, വീഴ്ചയില്ലാത്തവൻ, തന്റെ ഭക്തന്മാരോടുള്ള സ്നേഹത്തിന് വീഴ്ചയില്ലാത്തവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോ ഭഗവാനെ അച്യുത എന്ന നാമധേയത്തിൽ പറയുന്നു. അതുപോലെ ഇവിടെ എന്തുകൊണ്ട് അച്യുത എന്ന നാമത്തിൽ ഭഗവാനെ വിശേഷിപ്പിക്കുന്നു എന്നതിന്റെ കാരണങ്ങളും തരുന്നു. ഇവിടെ അർജുനൻ ആരാണ്? ഭഗവാന്റെ ഭക്തനാണ്. പക്ഷെ ഇവിടെ ഭഗവാന്റെ ഭക്തന്റെ തേരാളിയായിട്ടാണ് ആര് വന്നിരിക്കുന്നത്? ഭഗവാൻ വന്നിരിക്കുന്നത്. പക്ഷെ ഭഗവാൻ ആരാണ്? പരമദിവ്യോത്തമ പുരുഷനാണ്. പക്ഷെ എന്നിട്ടും അർജുനന്റെ തേരാളി ആയതുകൊണ്ട് തന്നെ ഭഗവാന് അർജുനന്റെ നിർദ്ദേശങ്ങള് അനുസരിക്കേണ്ടതുണ്ട് അല്ലെ? അർജുനൻ പറയുന്ന ദിശകളിലേക്ക് തേര് തെളിക്കേണ്ടി വരും.
പക്ഷെ ആ ഒരു കാര്യത്തിൽ യാതൊരുവിധ വൈമുഖ്യവും ആര് കാണിക്കുന്നില്ല? ഭഗവാൻ കാണിക്കുന്നില്ല. അതാണ് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി സേവനം ചെയ്യാനാണ് ആര് കാത്തിരിക്കുന്നത്? ഭഗവാൻ കാത്തിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കാണാറുണ്ട് കോർപ്പറേറ്റ് ഫീൽഡുകളിൽ. അതായത് അവർക്കൊരു കോർപ്പറേറ്റ് ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കൊരു ടാർഗറ്റ് കൊടുക്കും. ഒരു ബോസ് കാണും, ആ ബോസിന് കീഴില് കുറെ വ്യക്തികള് ജോലി ചെയ്യാൻ കാണും. അപ്പൊ ഈ ബോസ് അവർക്കൊരു ടാർഗറ്റ് കൊടുക്കും, ഈ ഒരു മാസത്തിനുള്ളിൽ ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇത്രയും ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. അങ്ങനെ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയാതെ ആ ഒരു ജോലിയുടെ ഭാരം കൊണ്ട് സൂയിസൈഡ് ചെയ്യുന്ന, ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളെ നമ്മൾ പത്രങ്ങളിൽ നമ്മൾ കാണാറുണ്ട്, ആ സ്ട്രെസ് താങ്ങാൻ വയ്യാതെ. അപ്പോൾ ഇവിടെ ഒരു ബോസിന് വേണ്ടി സേവനം ചെയ്യുന്ന വ്യക്തികൾ. പക്ഷെ നമ്മൾ ഇവിടെ എന്താ കാണുന്നത്? പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ തന്റെ ഭക്തന് വേണ്ടി സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ച്യുതിയില്ലാത്തവൻ, അതായത് തന്റെ ഭക്തനോട് സ്നേഹത്തിൽ അതിൽ വീഴ്ചയില്ലാത്തവൻ. നമ്മളുടെ ഭൗതിക ലോകത്ത് നമുക്ക് ഒരിക്കലും അങ്ങനൊരു ബോസിനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പക്ഷേ ഭഗവാൻ എന്താണ്? ഭഗവാൻ നിത്യേന ആഗ്രഹിക്കുന്നത് തന്റെ ഭക്തന്മാർക്ക് സേവനം ചെയ്യാനാണ്. അപ്പൊ അതുപോലെ നമ്മൾ അടുത്തതായി കാണുന്നു അർജുനന്റെ മനോനില. എന്താണ് അർജുനന്റെ മനോനില? അർജുനന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാൻ യാതൊരുവിധ താല്പര്യവുമില്ല, അല്ലെ? തന്റെ ബന്ധുക്കൾ, തന്റെ സുഹൃത്തുക്കൾ, തന്റെ ആചാര്യന്മാർ ഒക്കെയാണ് ആ സൈന്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അർജുനന് യുദ്ധം ചെയ്യണമെന്ന് യാതൊരുവിധ താല്പര്യവുമില്ല. പക്ഷേ അദ്ദേഹം പ്രേരിതനായിരിക്കുകയാണ്, യുദ്ധം ചെയ്യാൻ പ്രേരിതനായിരിക്കുന്നു. എന്തുകൊണ്ട്? ദുര്യോധനൻ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല, അല്ലേ? യാതൊരുവിധ സന്ധി സംഭാഷണത്തിനും ആര് തയ്യാറായില്ല? ദുര്യോധനൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അർജുനൻ പ്രേരിതനായി, യുദ്ധം ചെയ്യാൻ പ്രേരിതനായി. അതുകൊണ്ട് മാത്രമാണ് അർജുനൻ ഇന്ന് ഈ യുദ്ധഭൂമിയിൽ നിൽക്കുന്നത്. അപ്പോ 21, 22, 23 ശ്ലോകങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി 24, 25 ശ്ലോകങ്ങളുടെ ചുരുക്കത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഭഗവാൻ അർജുനന്റെ നിർദ്ദേശം അനുസരിച്ച് ആ തേരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഭഗവാൻ അർജുനൻ പറഞ്ഞതനുസരിച്ച് ഇരു സൈന്യങ്ങളുടെയും നടുക്ക് ആ തേരിനെ കൊണ്ടു നിർത്തുന്നു. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, നോക്കൂ, ഭീഷ്മർ, ദ്രോണർ, അതുപോലെ മറ്റ് രാജാക്കന്മാർക്ക് അടങ്ങിയിട്ടുള്ള കുരുവംശത്തെ നോക്കൂ എന്ന് അർജുനനോട് പറയുകയാണ്. ഇവിടെ അർജുനനെ ഗുഡാകേശ എന്നാണ് ഭഗവാൻ വിശേഷിപ്പിക്കുന്നത്. അർജുന എന്നതിനേക്കാളേറെ ഗുഡാകേശ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ട് അർജുനന് ഗുഡാകേശ എന്ന നാമം ലഭിച്ചു? അതായത് ഗുഡാകേശ, ഗുഡാക എന്ന വാക്കിന്റെ അർത്ഥം നിദ്ര എന്നാണ്, ഉറക്കം. ഗുഡാക എന്ന വാക്കിന്റെ അർത്ഥം നിദ്ര എന്നാണ്. അപ്പോ ആ നിദ്രയെ ജയിച്ചവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇവിടെ ആ ഗുഡാക, നിദ്രയ്ക്ക് അജ്ഞത എന്ന വാക്കുമുണ്ട് എന്ന് ഭാവാർത്ഥത്തിൽ വിശേഷിപ്പിക്കുന്നു. അജ്ഞത, ഇഗ്നോറൻസ്, അജ്ഞത എന്നും അർത്ഥമുണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോ അജ്ഞതയെ ജയിച്ചവൻ, നിദ്രയെ ജയിച്ചവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, ഗുഡാകേശ. അപ്പോ ഇവിടെ ഈ ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നു, നമ്മൾ ഭക്തന്മാർക്കും, അല്ലെ, അജ്ഞത നിറഞ്ഞതാണ്. നമ്മൾ പറയില്ലേ, ഓം അജ്ഞാന തിമിരാന്തസ്യ എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ അജ്ഞത നിറഞ്ഞതാണ് നമ്മൾ എന്ന് പറയുന്നത്. അപ്പോ ആ അജ്ഞതയെ നമുക്ക് എങ്ങനെ നീക്കാൻ സാധിക്കും? എങ്ങനെയാണ് നമുക്ക് ആ അജ്ഞതയെ നീക്കാൻ സാധിക്കുന്നത്? ആ ഭാവാർത്ഥത്തിൽ വിശദീകരിച്ചു പറയുന്നു. ഭഗവാന്റെ നാമ, രൂപ, ഗുണങ്ങൾ, ലീലകൾ ഇവയെല്ലാം സ്മരിച്ചുകൊണ്ട് നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്തായാലും നമ്മൾ അല്ലാതെ പ്രവർത്തികൾ ചെയ്യുന്ന സമയങ്ങളിലായാലും ഒക്കെ ഭഗവാന്റെ നാമവും ഗുണങ്ങളും രൂപവും അതുപോലെ ലീലകളും ഒക്കെ സ്മരിച്ചു കഴിഞ്ഞാൽ, നിരന്തരം ആ ഒരു ചിന്തയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഭഗവാനിൽ അഭയം പ്രാപിച്ചാൽ നമ്മൾക്കുള്ളിലെ അജ്ഞതയും നമ്മൾക്ക് നീക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ എങ്ങനെയാണ് അർജുനന് ഗുഡാകേശ എന്ന നാമം ലഭിച്ചത്? അല്ലെങ്കിൽ അർജുനൻ എങ്ങനെയാണ് അജ്ഞതയെയും നിദ്രയെയും വിജയിച്ചത്?
ഭഗവാന്റെ സൗഹൃദം കൊണ്ട്, അല്ലെ? ഭഗവാന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, സന്നദ്ധ സഹചാരിയായിരുന്നു ആര്? അർജുനൻ. ഭഗവാനുമൊത്തുള്ള സൗഹൃദം കൊണ്ടിട്ടാണ് അർജുനന് അത് സാധ്യമായത്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് അത് സാധ്യമാക്കാൻ കഴിയുന്നത്? നിരന്തരം ഭഗവാന്റെ നാമങ്ങളും രൂപവും, നാമം, രൂപം, ഗുണം, ലീലകൾ ഒക്കെ സ്മരിച്ചുകൊണ്ട് നമുക്കും നമ്മളിലുള്ള അജ്ഞതയെ ജയിക്കാൻ സാധിക്കും. ഇപ്പൊ കുഡാഖ എന്ന നാമത്തിന്റെ വിശദീകരണം നമ്മൾ കണ്ടു. അതുപോലെ ഋഷികേശ, ഇവിടെ ഋഷികേശൻ എന്ന നാമം വീണ്ടും വരുന്നു. അവിടെ ഋഷികേശൻ എന്ന നാമം പറയാൻ കാരണം എന്താണ്? അർജുനന്റെ ചിന്തയിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഗ്രഹിക്കാൻ ആർക്ക് സാധിക്കും? ഭഗവാന് സാധിക്കും. കാരണം എന്താണ്? സർവത്ര ഇന്ദ്രിയങ്ങളുടെയും ഉടമയാണ് ആര്? ഭഗവാൻ. അതുകൊണ്ട് തന്നെ അർജുനന്റെ ചിന്തകളിലൂടെ കടന്നു പോകുന്നത് എന്തെന്ന് ഗ്രഹിക്കാൻ ആർക്ക് സാധിക്കും? ഭഗവാന് സാധിക്കും. അപ്പോ ഭഗവാൻ ഇവിടെ അർജുനനെ പാർത്ഥ എന്നും വിളിക്കുന്നുണ്ട്. പാർത്ഥ, പാർത്ഥ എന്നും ആ ശ്ലോകങ്ങളിൽ ഒന്നിൽ നമ്മൾ കാണുന്നു. പാർത്ഥ എന്ന് വിളിക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പൊ പാർത്ഥ എന്ന് പറഞ്ഞാൽ എന്താ? പൃഥ. പൃഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ സഹോദരി, അച്ഛന്റെ സഹോദരി, സഹോദരി പുത്രനായതുകൊണ്ടാണ് പാർത്ഥ എന്ന് വിളിക്കുന്നത്, അല്ലെ? നമ്മുടെ ഇവിടെ കൊല്ലത്തൊക്കെ അച്ഛന്റെ സഹോദരിയെ അപ്പച്ചി എന്ന് വിളിക്കും. അച്ഛന്റെ പാതി എന്നാണ് അതിന്റെ അർത്ഥം, അപ്പച്ചി. ട്രിവാൻഡ്രത്തൊക്കെ വരുമ്പോഴത്തേക്കും മാമി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ അച്ഛന്റെ സഹോദരി ആയതുകൊണ്ട് തന്നെ, പൃഥയുടെ പുത്രനായതുകൊണ്ട് തന്നെ പാർത്ഥ എന്ന് ഭഗവാൻ അർജുനനെ വിശേഷിപ്പിക്കുന്നു. ഭഗവാൻ അർജുനന്റെ തേരാളിയാണ്. അതുപോലെ തന്നെ അർജുനന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളെ ഗ്രഹിക്കാൻ ആർക്ക് സാധിക്കുന്നുണ്ട്? ഭഗവാന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അർജുനന്റെ അടുത്ത് ഭഗവാൻ പറയുന്നത് കുരുവംശത്തെ ദർശിക്കൂ. അങ്ങനെയാണ് ഭഗവാൻ പറയുന്നത്, കുരു സൈന്യത്തെ ദർശിക്കൂ എന്ന് പറയുന്നത്. കാരണം ആ ഓർമ്മിപ്പിക്കുകയാണ്. അറിയാം, ഭഗവാൻ അറിയാം അർജുനൻ തന്റെ ബന്ധുക്കളെ, തന്റെ സുഹൃത്തുക്കളെ ഒക്കെ അടങ്ങിയ കുരുവംശത്തെയാണ് താൻ നേരിടേണ്ടത് എന്ന് അർജുനൻ അറിയാം. അപ്പോ ഒരു തമാശ പോലെ ആ വാക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അർജുനൻ പറയുകയാണ് ആ കുരുവംശത്തെ ദർശിക്കൂ എന്ന് ഭഗവാൻ പറയുന്നു. ഇതാണ് 24, 25 ശ്ലോകങ്ങളിലായിട്ട് നമ്മൾ കാണുന്നത്. ഇനി 26, 27 ശ്ലോകങ്ങളിലായിട്ട് ഓരോ ബന്ധങ്ങൾ, അർജുനന്റെ ബന്ധുക്കളും അവരുമായിട്ട് അർജുനനുള്ള റിലേഷനുമാണ് പറയുന്നത്. ഓരോ വ്യക്തികളെ എടുത്തു പറയുന്നു. പിതാക്കന്മാരായ ഭൂരിശ്രവ, അതുപോലെ പിതാമഹന്മാരായിട്ടുള്ള ഭീഷ്മ, സോമദത്ത, അതുപോലെ ഗുരുജനങ്ങളായിട്ടുള്ള ദ്രോണാചാര്യ, കൃപാചാര്യ, അതുപോലെ മാതുലന്മാരായിട്ടുള്ള ശല്യ, ശകുനി, അതുപോലെ സഹോദരങ്ങളായിട്ടുള്ള ദുര്യോധനൻ, വികർണൻ, അങ്ങനെ ഓരോരുത്തരും അവരുടെ നാമങ്ങളും അവരുമായിട്ട് അർജുനനുള്ള ബന്ധങ്ങളെ പറ്റിയിട്ടും വിശദീകരിക്കുന്നു 26, 27 ശ്ലോകങ്ങളിൽ. ഇനി 28 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അവിടെ അർജുനൻ തന്റെ റീസൺ, കാരണങ്ങൾ അവതരിപ്പിക്കുകയാണ്. താൻ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്ന കാരണങ്ങൾ അർജുനൻ വിശദീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 28 മുതൽ 46 വരെയുള്ള ശ്ലോകങ്ങളിൽ അർജുനൻ വിശദീകരിക്കുന്നു താൻ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്ന്. അവിടെ ആദ്യമായിട്ട് അർജുനൻ പറയുന്ന കാരണങ്ങൾ എന്താണ്? ഫസ്റ്റ് റീസൺ 28 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങളിലാണ് ആദ്യത്തെ റീസൺ അർജുനൻ പറയുന്നത്. എന്തുകൊണ്ടാണ് താൻ യുദ്ധം ചെയ്യാത്തത്? അതില് കരുണാഭരിതനായിട്ട്, അതായത് തന്റെ ബന്ധുക്കളെ കണ്ടിട്ട് കരുണാഭരിതനായിട്ട് അർജുനന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് 28 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നത്. തന്റെ കുരുവംശ സൈന്യത്തെ ദർശിച്ചിട്ട് തന്റെ എതിരെ നിൽക്കുന്നത് തന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഗുരുജനങ്ങളും ആണെന്ന് തിരിച്ചറിഞ്ഞ അർജുനൻ അത് കണ്ടിട്ട് കരുണാഭരിതനായി അവരോട് അനുകമ്പ തോന്നിയിട്ട് അർജുനന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് അവിടെ വിശദീകരിക്കുന്നത്. അവിടെ അർജുനൻ പറയുന്നു, അല്ലയോ കൃഷ്ണ,
എന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ദർശിച്ചിട്ട് എനിക്ക് ഇപ്പോൾ യുദ്ധം ചെയ്യാൻ സാധിക്കുന്നില്ല. എനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം തന്റെ ശരീരത്തിലെ ലക്ഷണങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നു. എന്റെ അവയവങ്ങൾ തളരുന്നു, എന്റെ മുഖം വരളുന്നു, എന്റെ ശരീരം വിറയ്ക്കുന്നു, രോമാഞ്ചമുണ്ടാവുകയും ചെയ്യുന്നു, ഗാണ്ഡീവം കയ്യിൽ നിന്നും വഴുതുന്നു, തൊലി ചുട്ടു നീറുന്നു, എനിക്ക് ഇപ്പോൾ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല, ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു, മനസ്സ് ചുറ്റിക്കറങ്ങുന്നു, ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് ഞാൻ എമ്പാടും കാണുന്നത് എന്ന് അർജുനൻ വിശദീകരിക്കുകയാണ്. തന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെ വിശദീകരിക്കുന്നു. അവിടെ അർജുനൻ ഭഗവാനെ കേശവ എന്നും വിളിക്കുന്നുണ്ട്. കേശവ. എന്തുകൊണ്ടാണ് ഭഗവാന് കേശവ എന്ന നാമം ലഭിച്ചത്? കേശി എന്ന അസുരനെ വധിച്ചതുകൊണ്ടാണ് ഭഗവാന് കേശവ എന്ന നാമം ലഭിച്ചത്. അപ്പോ 28 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങളില് ആദ്യത്തെ കാരണമാണ് നമ്മൾ കണ്ടത്. എന്തുകൊണ്ട് അർജുനൻ യുദ്ധം ചെയ്യുന്നില്ല? തന്റെ എതിർവശത്ത് കുരുവംശ സൈന്യത്തിൽ നിൽക്കുന്ന തന്റെ ബന്ധുക്കളെയും തന്റെ സുഹൃത്തുക്കളെയും ദർശിച്ചിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെ പറ്റിയിട്ടുമാണ് ആ ഒരു 28 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നത്. അപ്പോ അർജുനന് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും മാത്രമാണോ അനുകമ്പ തോന്നിയത്? അല്ല. ആ ഇരു സൈന്യങ്ങളിലുമുള്ള ആ സേനയിൽ പങ്കെടുത്തിട്ടുള്ള പടയാളികളെ കണ്ടിട്ടും അർജുനന് അവരോട് അനുകമ്പ തോന്നുകയാണ്. ഇരു സൈന്യങ്ങളിലുമുള്ള തന്റെ സൈന്യത്തിലും അതുപോലെ കുരു സൈന്യത്തിലും കൗരവ സൈന്യത്തിലുമുള്ള പടയാളികളെ കണ്ടിട്ടും അർജുനന് അവരോട് അനുകമ്പ തോന്നുകയാണ്. കാരണം ഇവരൊക്കെ മരണം സംഭവിക്കുമല്ലോ, ഇവർക്കൊക്കെ മരണം സംഭവിക്കുമല്ലോ. അതുപോലെ ഇതുകൊണ്ട് എന്താണ് നേട്ടം എന്നുള്ളൊരു ചിന്ത അർജുനന്റെ ഹൃദയത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അർജുനൻ ഇങ്ങനെ ചിന്തിക്കുന്നത്? അർജുനന് ദൗർബല്യം തോന്നിയിട്ടാണോ? അല്ല. അദ്ദേഹം ഒരു മൃദുല ഹൃദയനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ചിന്തകൾ തോന്നിയത്. ഒരിക്കലും അദ്ദേഹത്തിന്റെ ദൗർബല്യമല്ല, പക്ഷെ മറിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു സോഫ്റ്റ് ഹാർട്ടഡ്നെസ്, ആ മൃദുലമായിട്ടുള്ള ആ ഹൃദയം കൊണ്ടിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നത്. അത് ഒരു ശുദ്ധ ഭക്തന്റെ സ്വഭാവ ഗുണമാണ്. ഒരു മൃദുലമായ ഹൃദയം എന്ന് പറയുന്നത് ഒരു ശുദ്ധ ഭക്തന്റെ ഗുണമാണ് എന്നും ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നു. അപ്പോ ആദ്യത്തെ റീസൺ നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് 31 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങളിലാണ് വിശദീകരിക്കുന്നത്. 31 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങളിലാണ് രണ്ടാമത്തെ കാരണം വിശദീകരിക്കുന്നത്. എന്താണ് പറയുന്നത്? തനിക്ക് ഈ വിജയം കൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്ന് അർജുനൻ പറയുകയാണ്. ഈ വിജയം കൊണ്ട് എന്താണ് തനിക്ക് നേട്ടം എന്ന് അർജുനൻ ചോദിക്കുകയാണ്. 31 മുതൽ 35 വരെ. ഇവിടെ അർജുനൻ പറയുന്നു, ഈ യുദ്ധത്തിൽ ബന്ധുക്കളെ കൊല്ലുന്നത് കൊണ്ട് എന്താണ് നേട്ടം? എന്റെ സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് എനിക്ക് എന്താണ് നേട്ടം? ഞാൻ ഇതിൽ ഒരു വിജയവും കാണുന്നില്ല. എനിക്ക് വിജയവും വേണ്ട, എനിക്ക് രാജ്യവും വേണ്ട, എനിക്ക് സന്തോഷവും വേണ്ട എന്ന് അർജുനൻ പറയുകയാണ്. അപ്പോ രണ്ടാമത്തെ കാരണമായിട്ട് അർജുനൻ പറയുന്നു, തനിക്ക് ഈ ഒരു യുദ്ധം കൊണ്ട് യാതൊരു പ്രയോജനവും ഉള്ളതായിട്ട് തനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണ്? തനിക്ക് ഈ യുദ്ധത്തിൽ ആരെയാണ് നേരിടേണ്ടത്? ബന്ധുക്കളെയാണ്, സുഹൃത്തുക്കളെയാണ്, തന്റെ ഗുരുജനങ്ങളെയാണ് നേരിടേണ്ടത്. അതുകൊണ്ട് അവരെ കൊല്ലുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? ഇനി അവരെ കൊന്നിട്ട് തന്നെ തനിക്ക് അതിലൂടെ ലഭിക്കുന്ന രാജ്യമോ അല്ലെങ്കിൽ അതിലൂടെ ലഭിക്കുന്ന സന്തോഷമോ അതിലൂടെ ലഭിക്കുന്ന വിജയമോ തനിക്ക് ആവശ്യമില്ല എന്ന് അർജുനൻ പറയുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതാണ് 31 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങൾ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് 16 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയത്. നമ്മൾ കണ്ടു എന്തുകൊണ്ടാണ് ഭഗവാന് ഋഷികേശൻ എന്ന നാമം ലഭിച്ചത്. ഋഷികേശൻ സർവത്ര
ഇന്ദ്രിയങ്ങളുടെയും ഉടമയായതുകൊണ്ടും അതുപോലെ എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ ജീവജാലങ്ങളും അവരുടെ സ്വ ആത്മാർപ്പണ ബോധത്തിനനുസരിച്ച് അവരുടെ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. ഒരു ശുദ്ധ ഭക്തന്റെ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നത് ആരായിരിക്കും? ഭഗവാനായിരിക്കും എന്ന് നമ്മൾ കണ്ടു. അതുപോലെ അർജുനന് ധനഞ്ജയൻ എന്ന നാമം ലഭിച്ചത് എങ്ങനെയാണ്? തന്റെ സഹോദരന് വേണ്ടിയിട്ട്, നാനാവിധ യജ്ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സഹോദരന് ധനം നേടിക്കൊടുത്തത് കൊണ്ട് അർജുനന് ധനഞ്ജയൻ എന്ന നാമം ലഭിച്ചു. അതുപോലെ ഭീമന് വൃഗോദര എന്ന നാമം ലഭിച്ചത് എങ്ങനെയാണ്? വളരെ ശക്തിശാലിയായിട്ടുള്ളവർക്ക് മാത്രം സാധ്യമായിട്ടുള്ള ഹിഡുംബവധവും അതുപോലെ അളവിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് കൊണ്ടുമാണ് ഭീമന് വൃഗോദര എന്ന നാമം ലഭിച്ചത്. അതുപോലെ സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് നൽകുന്ന ആ ഒരു ഇൻഫർമേഷൻ, നൽകുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ ആ ഒരു അറിവ് നമ്മൾ കണ്ടു. എന്താണ് ഈ ഒരു യുദ്ധഭൂമിയില് എന്താണ് സംഭവിക്കുക? അതായത് ധൃതരാഷ്ട്രന്റെ ആഗ്രഹം എന്താണ്? തന്റെ പുത്രന്മാർക്ക് രാജ്യം ലഭിക്കണം എന്നതാണ് ധൃതരാഷ്ട്രരുടെ ആഗ്രഹം. പക്ഷെ ആ ഒരു കാര്യം സംഭവിക്കുകയില്ല. അങ്ങനെ പാണ്ഡുപുത്രന്മാരെ വഞ്ചിച്ച് ധൃതരാഷ്ട്രപുത്രന്മാരെ രാജാവായി വാഴിക്കാം എന്നുള്ള ആഗ്രഹം നടക്കുകയില്ല. യുദ്ധഭൂമിയിലെ ലക്ഷണങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ധൃതരാഷ്ട്രപുത്രന്മാരുടെ പതനം സുനിശ്ചിതമാണ് എന്നാണ് കാണിക്കുന്നത് എന്ന ആ ഒരു ഇൻഫർമേഷൻ സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് നൽകുന്ന കാര്യം നമ്മൾ കണ്ടു. അപ്പൊ അതുപോലെ 19ാമത്തെ ശ്ലോകത്തില് നമ്മൾ കണ്ടു ആ കുരുവംശവും അതുപോലെ പാണ്ഡുവംശവും ഇരു സൈന്യങ്ങളുടെയും ശംഖനാദങ്ങൾ അലയടിച്ചു. പക്ഷേ കുരുവംശത്തിന് പാണ്ഡവപക്ഷത്തെ ശംഖനാദം ശ്രവിച്ചിട്ട് കുരുവംശത്തിന് അവരുടെ ഹൃദയം പിളർക്കുന്നതായി വിശദീകരിക്കുന്നു. പക്ഷേ ആ യുദ്ധഭൂമിയില് സന്നിഹിതരായിട്ട് പാണ്ഡവർ കുരുവംശത്തിന്റെ ശംഖനാദങ്ങളും ശ്രവിക്കുന്നുണ്ട്. പക്ഷേ പാണ്ഡവപക്ഷത്തിന് യാതൊരുവിധ അവരുടെ ഹൃദയം പിളർക്കുന്നതായിട്ടോ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതായിട്ടോ വിശദീകരിക്കുന്നില്ല. എന്താണ് കാരണം? കാരണം അവര് ഭഗവാനെ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിൽ നിന്നും എടുക്കേണ്ടത് എന്താണ്? ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും അല്ലെങ്കിൽ ഏതൊരു വിപരീത സാഹചര്യത്തിലും ഭഗവാനെ അഭയം പ്രാപിച്ചിട്ടുള്ളവർക്ക് പേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ 20 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങൾ. അർജുനൻ ആരെ ദർശിക്കുന്നു? ആ സൈന്യത്തെ ദർശിക്കുന്നതാണ് 20 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ കാണുന്നത്. അവിടെ അർജുനന്റെ കൊടിയെ പറ്റി വിശദീകരിക്കുന്നു. അർജുനന്റെ കൊടിയുടെ പ്രാധാന്യം എന്താണ്? അതിൽ കൊടി അടയാളമായിട്ടുള്ളത് ആരാണ്? ഹനുമാനാണ്. അപ്പോ ഹനുമാൻ നിത്യദാസനാണ്. ആരുടെ? രാമചന്ദ്രമൂർത്തിയുടെ. അപ്പൊ ഇവിടെ രാമൻ എന്നത് ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. അപ്പോ എവിടെ രാമനുണ്ടോ, അതുപോലെ അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടോ, അവിടെ ഭഗവാന്റെ നിത്യദാസനായ ഹനുമാനും ഉണ്ടായിരിക്കും. അതുപോലെ സമ്പദ്ദേവതയായ സീതാദേവിയും ഉണ്ടായിരിക്കും എന്ന് അവിടെ വിശദീകരിക്കുന്നു. ആ ഒരു കൊടിയടയാളം അർജുനന്റെ എന്താണ്? അർജുനന്റെ വിജയ ചിഹ്നമാണ്. അതുപോലെ 21, 22, 23 ശ്ലോകങ്ങളാണ് നമ്മൾ കാണുന്നത്. അതില് ഭഗവാനെ അർജുനൻ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? അച്യുത എന്നാണ്. അതായത് ച്യുതിയില്ലാത്തവൻ, വീഴ്ചയില്ലാത്തവൻ. എങ്ങനെ വീഴ്ചയില്ലാത്തവൻ? തന്റെ ഭക്തന്മാരോടുള്ള സ്നേഹത്തില് വീഴ്ചയില്ലാത്തവൻ. അവിടെ ആ ഭഗവാൻ അച്യുതൻ എന്ന നാമധേയത്തിൽ എന്തുകൊണ്ടാണ് അറിയപ്പെടുന്നത്? തന്റെ ഭക്തന്മാർക്ക് വേണ്ടി സേവനം ചെയ്യാനാണ് ആര് കാത്തിരിക്കുന്നത്? ഭഗവാൻ കാത്തിരിക്കുന്നത്. ഇവിടെ അർജുനൻ ഭഗവാന്റെ സന്തത സഹചാരിയാണ്, അതുപോലെ ഭഗവാന്റെ ഭക്തനുമാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ അർജുനന്റെ തേരാളിയായിട്ട് വരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അർജുനൻ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ട കാര്യം ഉണ്ട്. ആർക്ക്? ഭഗവാന്. പക്ഷേ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായിട്ടും അർജുനന്റെ നിർദ്ദേശങ്ങൾ വൈമുഖ്യം കൂടാതെ
അനുസരിക്കുന്നു. അതാണ് 21, 22, 23 ശ്ലോകങ്ങളിലായിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ അവിടെ വിശദീകരിക്കുന്നു, അർജുനന് യുദ്ധം ചെയ്യാൻ യാതൊരു താല്പര്യവുമില്ല, പക്ഷെ അദ്ദേഹം അതിന് പ്രേരിതനാവുകയാണ്. കാരണം ദുര്യോധനൻ യാതൊരുവിധ സന്ധി സംഭാഷണത്തിനും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തന്റെ ബന്ധുക്കളോട് യുദ്ധം ചെയ്യാൻ അദ്ദേഹം നിർബന്ധിതനായി മാറുകയായിരുന്നു അർജുനൻ. അതുപോലെ 24, 25 ശ്ലോകങ്ങൾ, 24, 25 ശ്ലോകങ്ങളിലായിട്ട് അർജുനന്റെ നിർദ്ദേശം അനുസരിച്ച് ഭഗവാൻ ആ തേരിനെ ഇരു സൈന്യങ്ങളുടെ നടുക്ക് കൊണ്ടു നിർത്തിയിട്ട് അർജുനനോട് പറയുന്നു, നോക്കൂ, കുരുവംശത്തെ ദർശിക്കൂ എന്ന് പറയുന്നു. അവിടെ ഭഗവാൻ അർജുനനെ ഗുഡാകേശ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ട് ഗുഡാകേശ എന്ന് വിശേഷിപ്പിച്ചു? അർജുനൻ നിദ്രയെ, അതായത് അജ്ഞതയെ ജയിച്ചവനാണ്. ഇഗ്നറൻസ്, അജ്ഞതയെ ജയിച്ചവനാണ്. എങ്ങനെയാണ് അർജുനന് അജ്ഞതയെ ജയിക്കാൻ സാധിച്ചത്? ഭഗവാനോടൊപ്പമുള്ള ആ സൗഹൃദം കൊണ്ടിട്ടാണ് അർജുനന് അത് സാധ്യമായത്. അപ്പോ നമ്മളിലുള്ള അജ്ഞതയെ നമുക്ക് എങ്ങനെ ജയിക്കാൻ സാധിക്കും? ഭഗവാന്റെ നാമം, ഭഗവാന്റെ രൂപം, ഭഗവാന്റെ ലീലകൾ, ഇവയൊക്കെ നിരന്തരം സ്മരിച്ചും ഭഗവാനിൽ അഭയം പ്രാപിച്ചും എപ്പോഴും നമ്മൾ ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മളുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കും അർജുനനെ പോലെ അജ്ഞതയെ ജയിക്കാൻ സാധിക്കും. നിരന്തരം ഭഗവാനെ സ്മരിച്ചാൽ നമുക്കും അജ്ഞതയെ ജയിക്കാൻ സാധിക്കും. അതുപോലെ ഋഷികേശൻ എന്ന നാമധേയം വീണ്ടും അവിടെ വിവരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അർജുനന്റെ മനസ്സിൽ കടന്നു പോകുന്ന അർജുനന്റെ മനോനില എന്തെന്ന് ആർക്കറിയാം? ഭഗവാൻ അറിയാം. കാരണം താല്പര്യത്തോടെ അല്ല അർജുനൻ വന്നിരിക്കുന്നത്, പക്ഷേ നിർബന്ധിതനായിരിക്കുകയാണ് യുദ്ധം ചെയ്യാൻ. അപ്പോ അർജുനന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആശങ്കകളെ പറ്റിയിട്ട് ഋഷികേശനായ സർവ ഇന്ദ്രിയങ്ങളുടെയും ഉടമയായ ഭഗവാന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോ അർജുനനെ ഭഗവാൻ പാർത്ഥ എന്നും വിശേഷിപ്പിക്കുന്നു. അവിടെ പാർത്ഥ, എന്തുകൊണ്ടാണ് പാർത്ഥ എന്ന് വിളിച്ചത്? പൃഥ എന്നാല് അച്ഛന്റെ സഹോദരി, അച്ഛന്റെ പെങ്ങൾ. അപ്പോ പൃഥയുടെ പുത്രനായതുകൊണ്ട് പാർത്ഥ എന്ന് അർജുനനെ വിശേഷിപ്പിക്കുന്നു. എന്നിട്ട് അർജുനന്റെ അടുത്ത് ഭഗവാൻ പറയുകയാണ്, അർജുനന്റെ മനോനില മനസ്സിലാക്കിയിട്ട് തന്നെ അർജുനന്റെ അടുത്ത് പറയുന്നു, അതാ ആ കുരുവംശത്തെ നോക്കൂ എന്ന് ഭഗവാൻ എടുത്ത് പറയുന്നു. പിന്നെ 26, 27 ശ്ലോകങ്ങളിലായിട്ട് അർജുനന്റെ ഓരോ പ്രധാനപ്പെട്ട ബന്ധുക്കളും അവരുമായിട്ട് അർജുനനുള്ള ബന്ധങ്ങളെ പറ്റിയിട്ടും അവിടെ വിശദീകരിക്കുന്നു. പിന്നീട് 28 മുതൽ 46 വരെയുള്ള ശ്ലോകങ്ങളില് അർജുനൻ താൻ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്ന് അർജുനന്റെ റീസൺസ്, കാരണങ്ങളാണ് കാണുന്നത്. അതില് ആദ്യത്തെ കാരണം 28 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങളിലായിട്ട് നമ്മൾ കാണുന്നു. അർജുനൻ പറയുന്ന കാരണങ്ങൾ എന്താണ്? ആ അർജുനന്റെ കാരണങ്ങളും തന്റെ ശരീരത്തുണ്ടാകുന്ന ലക്ഷണങ്ങളും അർജുനൻ വിശദീകരിക്കുന്നു. അല്ലെ, അദ്ദേഹം കരുണാഭരിതനായിട്ട് അദ്ദേഹം പറയുന്നു, തനിക്ക് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല. അതുപോലെ തന്റെ അവയവങ്ങൾ തളരുന്നു, മുഖം വരളുന്നു, എന്റെ ശരീരം വിറയ്ക്കുന്നു, അങ്ങനെ ഓരോ കാരണങ്ങൾ, തന്റെ ശരീരത്തുള്ള ലക്ഷണങ്ങൾ ഓരോന്നായിട്ട് അർജുനൻ വിശദീകരിക്കുന്നു. അവിടെ അർജുനൻ ഭഗവാനെ കേശവ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്താണ് കേശവ എന്ന നാമത്തിന്റെ അർത്ഥം? കേശി എന്ന അസുരനെ വധിച്ചത് കൊണ്ടാണ് കേശവ എന്ന നാമധേയം ആർക്ക് ലഭിച്ചത്? ഭഗവാന് ലഭിച്ചത്. അതുപോലെ 31 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങളിലായിട്ട് നമ്മള് രണ്ടാമത്തെ കാരണം നമ്മൾ കാണുന്നു. അർജുനൻ പറയുകയാണ്, തനിക്ക് ഈ ഒരു വിജയത്തിൽ നിന്നും യാതൊരുവിധ സന്തോഷവും ലഭിക്കുകയില്ല എന്ന് അർജുനൻ പറയുകയാണ്. തന്റെ ബന്ധുക്കളെ, തന്റെ സുഹൃത്തുക്കളെ കൊല്ലുന്നതിലൂടെ തനിക്ക് ലഭിക്കുന്ന രാജ്യം തനിക്ക് വേണ്ട, അതിലൂടെ ലഭിക്കുന്ന സന്തോഷം തനിക്ക് വേണ്ട, അതിലൂടെ ലഭിക്കുന്ന വിജയം തനിക്ക് വേണ്ട എന്ന് അർജുനൻ പറയുകയാണ്. അപ്പൊ ഇതിത്രയാണ് നമ്മൾ ഇന്ന് നോക്കിക്കണ്ടത്.
അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മൂന്നാമത്തെയും നാലാമത്തെയും റീസൺസ് നോക്കാം. ഹരേ കൃഷ്ണ. വാഞ്ചാ കൽപതരുപേശ്ച